ജനറലി നമ്മൾ ഈ പ്രത്യേകിച്ച് നമ്മൾ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുന്നവർക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ഫസ്റ്റ് ഒരു ചോദ്യമുണ്ട്, എന്തിനാ അങ്ങോട്ട് വന്നേ? ജനറലി നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലേ സാർ? എപ്പോഴും ചോദിക്കുന്നതല്ല. നമ്മുടെ മുമ്പിൽ കുറെ ഓഡിയൻസ് വന്ന് എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ കുറച്ച് മയത്തിൽ ചോദിക്കാം, എന്തിനാ വന്നേ? എന്തിനാ വന്നേ? മാസ്റ്ററി ഇൻ കരിയർ ക്ലാസ്. വാട്ട് ഈസ് മൈ മാസ്റ്ററി ഇൻ കരിയർ ക്ലാസ്? അല്ലെങ്കിൽ കരിയർ സെഷനിലെ മാസ്റ്ററി എന്നുള്ളത് എന്താണ് ഉദ്ദേശിക്കുന്നത്? എക്സലൻസ്. പിന്നെ നമ്മൾ കുറെ കാലങ്ങളായിട്ട് കുറെ ടെർമിനോളജി പഠിച്ചു വെച്ചുകൊണ്ട് നമുക്ക് വളരെ സൗകര്യമാണ്. എന്ത് ചോദിച്ചാലും കുറെ ടെർമിനോളജി അല്ല, ജനറലി എന്താണ് നമ്മളത് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഡ്യൂട്ടി എന്താണ്? ഒരു കോഴ്സ് ബേസ് ചെയ്തിട്ടല്ല, ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർ ഫോർ ലൈഫ് ലോങ് കരിയർ ഡെവലപ്മെന്റ്. നമ്മുടെ മുമ്പിൽ വരുന്ന കുട്ടിയുടെ ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണറാണ് നമ്മൾ. അവന് നാളെ അവന്റെ ലൈഫിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവന്റെ കരിയറിലേക്ക് പോകുമ്പോൾ അവൻ ഏത് മേഖലയിൽ നിന്നിട്ട് നിൽക്കുമ്പോഴും ഒരു കോൾ വിളിച്ചാൽ ഞാൻ അവിടെ എത്തി അത് പറഞ്ഞു കൊടുക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം അവന്റെ ഉള്ളിൽ ഉണ്ടാവണമെങ്കിൽ നമ്മൾ അവന്റെ എന്തായിരിക്കണം? ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർ ആയിരിക്കണം. ജനറലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം, നമ്മൾ ഒരു കുട്ടിയെ ആരെയും വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എത്ര മാർക്കുണ്ട്, ഓക്കെ, ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല അവന്റെ സ്കോർ നോക്കിയിട്ട്, അല്ലെങ്കിൽ അവന്റെ അക്കാഡമിക് എക്സലൻസ് നോക്കിയിട്ടല്ല കരിയർ. ഞാൻ ജനറലി പറയുന്ന സാധനമാണ്, പഠിക്കാൻ മാത്സ് പഠിക്കാൻ ബ്രില്യൻ്റ് ആണ് എന്ന് വിചാരിച്ച് അവന് എഞ്ചിനീയറിംഗ് സ്കിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. അഡ്വാൻസ്ഡ് കരിയർ കൗൺസിലിംഗ് ഫ്രെയിംവർക്ക്, നമ്മുടെ റീഡിഫൈൻ ദ റോൾ ഓഫ് കരിയർ കൗൺസിലർ. ആസ് എ കരിയർ കൗൺസിലർ നമ്മുടെ റോൾ എന്തായിരിക്കണം, നമ്മൾ എങ്ങനെയായിരിക്കണം, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനറലി നമ്മുടെ ഒരു ചിന്താഗതിയാണ് വെൽ ഡ്രസ്ഡ്, നല്ല പേഴ്സണാലിറ്റി, നല്ല ഐ കോൺടാക്ട്, നല്ല കമ്മ്യൂണിക്കേഷൻ, നല്ല എന്താ പറയാ ബോഡി ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ഇതൊക്കെയാണ് നമ്മളെ ഇന്റർവ്യൂവിൽ മികച്ചതാക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഒരു ചിന്താഗതി. ഇപ്പോ ആരുടെ ഒരു അഭിപ്രായം പറയും, കുട്ടി വേറെ അഭിപ്രായം പറയും, റിസൾട്ട് വേറെ ഒന്നായിരിക്കും. ജനറലി നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു സാധനം, നമ്മളൊരു കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് പല രീതിയിൽ പല ആംഗിളിലായിരിക്കും ആൻസർ കൊടുക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ക്ലാസ് ഒക്കെ എടുക്കാൻ ചിലപ്പോൾ എന്ത് ചോദിച്ചാൽ ആൻസർ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ അപ്പൊ തന്നെ തീരുമാനിച്ചു ഇവനാണ് ഈ ക്ലാസ്സിന് വേണ്ടിയിട്ട്, ഇവനെ എന്തിനു വിടാം, എന്തൊക്കെയാണ് അവന്റെ ബേസ്, അവന്റെ സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവൻ എങ്ങനെയാണ് വളർന്നു പോകുന്നത്, അവൻ ഏത് ചുറ്റുപാടുള്ള ജീവിച്ചത്, ഇതൊക്കെ നമുക്ക് ആ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെ അവൻ ചെയ്യുന്ന ഓരോ ആൻസറിലും നമുക്ക് അവൻ റൂട്ടീൻ പ്രാക്ടീസസ് എന്തൊക്കെയാണ്, ദിനചര്യകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അവൻ ചെയ്യുന്നത്, ഏതൊക്കെ ആക്ടിവിറ്റിയിലാണ് അവൻ ഇൻവോൾവ് ആവുന്നത്, ഇതെല്ലാം ഡീപ്പായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള രീതിയിലായിരിക്കണം ലിസൺ ചെയ്യേണ്ടത്. ഇതിന്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കാൻ. ഇതൊക്കെ എങ്ങനെയാണ് സാർ മനസ്സിലാക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒറ്റ വഴിയുള്ളൂ. എന്താണ് വഴി? നമ്മൾ അവരെ ലിസൺ ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് വഴിയുള്ളൂ. നമ്മൾ എത്രമാത്രം അവരെ ലിസൺ ചെയ്യുന്നോ ഇത് ഓരോന്നും നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഡീപ്പ് ലിസൺ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലിസൺ ടു റെസ്പോണ്ട്, ലിസൺ ടു അണ്ടർസ്റ്റാൻഡ്, ലിസണിംഗ് ഫോർ മീനിങ് ആൻഡ് ഇമോഷൻസ്. ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യല്ല നമ്മൾ അവിടെ ചെയ്യുന്നത്. നമ്മൾ അവിടെ ചെയ്യുന്നത് അവർക്ക് കൃത്യമായിട്ട് തന്നെ കൊടുക്കുന്നു, അവർക്ക് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്. They create the condition for students to discover their own. കരിയർ കൗൺസിലറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ വരുന്ന സ്റ്റുഡന്റിന്റെ ഗ്രോത്ത് അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ മുമ്പിൽ വരുന്ന സ്റ്റുഡന്റ് ബെസ്റ്റ് എന്താണ് എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്കിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയും കാര്യമാണ് ഒരു അഡ്വാൻസ് കരിയർ കൗൺസിലർ എന്ന രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഗ്രോത്ത് ചെയ്യാൻ പോകുന്ന കാര്യം. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളൊരു ഫീൽ എന്റെ ഉള്ളിൽ എനിക്ക് നിങ്ങളിൽ നിന്ന് കിട്ടി എന്നുള്ളൊരു സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഇത്രയും നേരം സപ്പോർട്ട് ചെയ്ത എല്ലാവരോടുള്ള സ്നേഹവും നന്ദിയും അറിയിച്ചു നിർത്തുന്നു.